കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവരെ വിമർശിക്കുന്ന എല്ലാ ആളുകളെയും അവർ ലോക്ക്ഡൌണിൽ പെടുത്തുന്നുണ്ട്. ഒന്നുകിൽ അവരെ ചില ആൾക്കാരെ കൈകാലുകൾ വെട്ടിമുറിച്ച് നാവരിഞ്ഞ് വീഴ്ത്തുന്നുണ്ട്, അല്ലാത്ത ആൾക്കാരെ യമപുരിയിലേക്ക് അയക്കുന്നുണ്ട്. അത് സാഹിത്യകാരന്മാരുണ്ട്, അതിൽ ചരിത്രകാരന്മാരുണ്ട്, അതിൽ ആക്ടിവിസ്റ്റുകളുണ്ട്, അങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ നിശബ്ദതയിൽ അവരുടെ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഈ വർഗീയ അജണ്ടകൾ നടപ്പാക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കോവിഡിലെ ജനങ്ങളുടെ നിശബ്ദതയെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങളെ, വിശേഷിച്ച് മുസ്ലിങ്ങളെയും അതുപോലെ പൗരാവകാശ പ്രവർത്തകന്മാരെയും CAA അല്ലെങ്കിൽ NRCയുടെ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ഒരിക്കലും ജാമ്യം കിട്ടാത്ത വിധത്തിൽ അവരെ പൂട്ടിയിടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇവരോട്. നമുക്ക് ഇംദാദ് നഹി ചാഹിയെ, ഇൻസാഫ് ചാഹിയെ എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. നമുക്ക് ഇവരുടെ സഹായം വേണ്ട, ആനുകൂല്യങ്ങളൊന്നും വേണ്ട, പക്ഷേ നമുക്ക് നീതിയാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ്. അതേത് ഗവൺമെന്റിനും നീതി ലഭിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. ആ പൗരന്മാരുടെ അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു വഴി. തീർച്ചയായും പൗരന്മാരെ വിശ്വാസത്തിലെടുക്കാതെയും പൗരന്മാർക്കെതിരായിട്ട് ഭരണകൂട ഭീകരത അയച്ചുവിടുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റ് അധികകാലം നിലനിൽക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. തീർച്ചയായും ഇതിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള പ്രക്ഷോഭം വരിക തന്നെ ചെയ്യും. ഫാഷിസ്റ്റ് ഗവൺമെന്റ് കടപുഴകി എറിയപ്പെടും, അത് യമുനയിലൂടെ ഒലിച്ചിറങ്ങി പോവുകയും ചെയ്യും.